നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ഫസ്റ്റ് കാർഡ് ദ മൂൺ കാർഡാണ്. ഈ റിലേഷനിൽ നിങ്ങൾ അത്രയും പെയിൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. നിങ്ങൾ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഈ റിലേഷനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഒരു ലാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമം നിങ്ങളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അത്രയും മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കരമായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പരമാവധി നിങ്ങൾ ആൾക്ക് മെസ്സേജ് ചെയ്യുകയും ആളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുന്ന് തിരിച്ചങ്ങനെ അതായത് നിങ്ങൾ അങ്ങോട്ട് ഇടുന്ന എഫേർട്ടിന്റെ അത്രയും ഒരു എഫേർട്ട് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. 9 ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതായിട്ടാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് സംഭവിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് ഇല്ല, ആള് നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ഈ റിലേഷന് വേണ്ടി പോസിറ്റീവായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഈ റിലേഷനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ്ഫുൾ ആയി വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. 8 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ കിട്ടുന്നില്ല. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു മൂവ് ഓൺ ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇവിടെ നിന്ന് നിങ്ങളുടെ വാല്യൂ ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഇടുന്ന എഫേർട്ടൊന്നും അതിൻ്റെ ഒരു റിസൾട്ട് കാണാതായിട്ട് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരെ മറ്റു പലർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യവും അവർ വാല്യുബിൾ ആയിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് വേണ്ട സമയം അവർ തരുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർ ടൈമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തരുക, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളെ മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ നിങ്ങളെ ഓർക്കാനോ പോലും അവർ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്ത് നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തി ഇനിയും ഈ റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ മടുത്ത് മാറുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. 3 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷൻ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അതായത് ഇനിയും ഈ റിലേഷനിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് നിൽക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുത്തായിട്ട് കാണുന്നുണ്ട്. അതിപ്പം എത്ര നിങ്ങൾ മിസ്സിങ് എനർജിയിലോട്ട് പോയാലും ഇവിടെ നിങ്ങൾ മിസ്സിങ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ്, ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത്രയും പെയിൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലോട്ട് മാറുന്നതായിട്ടാണ്. അത്രയും വേദനിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയൊരു ചേസിങ് എനർജിയിലോട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നു. ആ ഒരു ഡിസിഷൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ്. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യാതെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ള ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. പടക്കം പൊട്ടിക്കുന്നുണ്ട്, ക്ഷമിക്കുക കേട്ടോ. ലവേഴ്സ് കാർഡാണ്. ഇവിടെ മെയിൻ ആയിട്ട് ഈ റിലേഷൻ വന്നിട്ടുള്ളത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്.
ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് നിങ്ങളുടെ പേഴ്സണ് കൂടുതലായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ റിലേഷൻ എനിക്ക് വേണോ, അല്ലെങ്കിൽ ഈ പേഴ്സണ് എനിക്ക് വേണ്ടത്ര വാല്യൂ തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക. അതിനുശേഷം മാത്രമേ ഈ റിലേഷനിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷനോ അങ്ങനെ എന്ത് കാര്യമായാലും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. വീണ്ടും അതുപോലെ തന്നെ ആയിരിക്കും അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഗ്രോത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. ചിലർക്ക് ഇത് ഒരുപാട് കാലമായിട്ടുള്ള റിലേഷൻ ആയിരിക്കാം കേട്ടോ, കുട്ടിക്കാലം മുതൽ അറിയുന്ന ആളുകളായിരിക്കാം, അങ്ങനെ കൊണ്ടുവന്ന റിലേഷൻ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന ആ ഒരു റെസ്പെക്റ്റ്, അതെല്ലാം അവർക്ക് ഇല്ലാണ്ടായിട്ടുണ്ട്. അതിന് മെയിൻ റീസൺ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കാൾ എന്തോ ഒരു വലിയൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ എനർജി ലോ എനർജിയിലോട്ട് മാറുകയാണ്. അപ്പം നിങ്ങൾക്കൊരു വാല്യൂ നിങ്ങളുടെ പേഴ്സണ് തരാൻ പറ്റാണ്ടാവുകയാണ്. അവരൊരു ഹൈ ലെവൽ എനർജിയിലും നിങ്ങളൊരു ലോ എനർജിയിലും നിൽക്കുമ്പോൾ നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റോ ഒരു അട്രാക്ഷൻ അവർക്ക് തോന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക, നിങ്ങളുടെ ഗ്രോത്തിലോട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും അവർക്ക് അവരുടെ ഉള്ളിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. 4 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. എല്ലാം നഷ്ടപ്പെട്ടു, ഈ റിലേഷനിൽ എനിക്കൊന്നും കിട്ടാനില്ല, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻ നഷ്ടപ്പെട്ടു, എൻ്റെ ചുറ്റിനുള്ള സന്തോഷം ഇല്ലാതായി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഇരിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അതാണ് ഗൈഡൻസ്. നിങ്ങൾ ഇത്രയും വിഷമിച്ച് നിങ്ങളുടെ ചുറ്റിനുള്ള സന്തോഷങ്ങൾ കണ്ടെത്താതെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. നിങ്ങളുടെ ചുറ്റിനുള്ള സന്തോഷങ്ങൾ നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സന്റെ ആബ്സെൻസിലും നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റണം. നിങ്ങളുടെ ചുറ്റിനുള്ള മറ്റ് സന്തോഷങ്ങളെ കൂടി നിങ്ങൾ കാണണം. അല്ലാതെ ഈ ഒരു പേഴ്സണിലോട്ട് മാത്രം അഡിക്റ്റഡ് ആയിട്ട് ഇവരിൽ മാത്രം നിങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പോലും തോന്നാത്ത രീതിയിൽ നിങ്ങൾ തകർന്നു പോകും. അപ്പോൾ നശിക്കുന്നത് ആരാ? നിങ്ങളാണ് നശിക്കുന്നത്. നിങ്ങൾക്കാണ് പ്രശ്നം വരുന്നത്, നിങ്ങളാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് ഗൈഡൻസ് മെസ്സേജ് കൂടി നോക്കാം ഏഞ്ചൽസിൻ്റെ. ഫോർഗീവ്നെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് ദേഷ്യം തോന്നാം, റിവഞ്ച് തോന്നാം. ഇവരെന്നോട് ഞാൻ ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നിന്നിട്ട് ഇവരെന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള ഒരു വിഷമം തോന്നാം. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഫോർഗീവ് ചെയ്യുക. നിങ്ങൾ എത്രമാത്രം ഫോർഗീവ് ചെയ്യുന്നു അത്രമാത്രം നിങ്ങളുടെ വാല്യൂ ആണ് കൂടുന്നത്. നിങ്ങൾ മറ്റൊരാളോട് റിവഞ്ച് വെക്കുമ്പം അല്ലെങ്കിൽ മറ്റൊരാളോട് ദേഷ്യം വെക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ എനർജി തന്നെയാണ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അബൻഡൻസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധിയും സന്തോഷവും ഒക്കെ വരും. നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ഉയരങ്ങളിലോട്ട് എത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് അപ്പോൾ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാവുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1992 പത്തനംതിട്ട, ആയില്യം, മകീര്യം, പാലക്കാട്, ഒക്ടോബർ, ഏപ്രിൽ, ലെറ്റർ ടി, ആയില്യം, ലെറ്റർ എഫ്, 1989, ലെറ്റർ എ, ഉത്രാടം,
മകം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.